ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതിന് ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കിക്കോ. ഇതൊന്നും ആർക്കും സ്വന്തമല്ല. എല്ലാരെയും ഒടേതമ്പുരാൻ വിളിക്കുമ്പോഴേ ആരും അത് കൊണ്ടുപോവേയില്ല. ഇനിയെങ്കിലും അഹങ്കാരം കാണിക്കാതെ നടന്നാ ചത്ത ആരെങ്കിലും കുഴിച്ചിടുകയെങ്കിലും ചെയ്യും. ഇല്ലെങ്കിൽ ചത്തടുത്ത് കിടന്ന് നാറും. സത്യേ, അവിടെ നിക്ക്. സത്യേ, ഞാൻ ടീച്ചർ അവിടെ ഉണ്ടോന്ന് നോക്കാൻ പോയതല്ലേ. എന്നിട്ട് കണ്ടോ? പ്രോജക്റ്റ് അപ്പോ സത്യയുടെ ബാഗിലാന്ന് പറയാൻ പാടില്ലായിരുന്നോ? എന്നാ പിന്നെ നാളെ അച്ഛനെ വിളിച്ചോണ്ട് വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ. അതിനുവേണ്ടിയാ ചെന്നത്. പക്ഷെ ടീച്ചർ നേരത്തെ പോയി. അത് കഷ്ടായല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? അതിന് സുമ ടീച്ചർ മാത്രല്ല, സതി ടീച്ചറും പോയി. HM ഉച്ചക്കേ പോയി. ഇന്നെല്ലാവർക്കും എവിടെ ഒരു മീറ്റിംഗ് ഉണ്ടെന്നാ തോന്നുന്നത്. ഒരവർ നേരത്തെ എല്ലാരും വിട്ടിരിക്കുന്നത്. ഇനിയിപ്പോ പപ്പിക്ക് നാളെ അച്ഛനെ വിളിച്ചോണ്ട് വരേണ്ടി വരുമല്ലോ. ടീച്ചറിനെ കണ്ടിരുന്നെങ്കിൽ അത് ഒഴിവാക്കായിരുന്നു. അതോർക്കുമ്പോഴാ സങ്കടം. അച്ഛനിപ്പോ സുസ്മിത ആന്റിയുടെ വീട്ടിലല്ലേ താമസം. വിളിക്കണമെങ്കിൽ അവിടെ ചെന്ന് വിളിക്കണം. അങ്ങോട്ട് പോകാനുള്ള വഴി അറിയാമെങ്കിൽ നമുക്ക് പോയി വിളിക്കായിരുന്നു. നാളെ രാവിലെ സ്കൂളിലെത്താൻ പറഞ്ഞാ മതിയല്ലോ. വഴി എനിക്കറിയാം. അമ്മയുടെ കൂടെ ഒരു ദിവസം ഞാൻ അവിടെ പോയിട്ടുണ്ട്. നീ നാളെയും പുറത്തേക്കാൻ തന്നെയാ പരിപാടി അല്ലേ? നീ ഞങ്ങളുടെ കാര്യം തിരക്കാൻ വരണ്ട കേട്ടോ. ഞാൻ തിരക്കാൻ വരുന്നില്ല. നാളെ അച്ഛനെ വിളിച്ചോണ്ട് വരണോന്നല്ലേ പറഞ്ഞിരിക്കുന്നേ? അതെ, അങ്ങനെ ടീച്ചർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്തോളാം. നീ അതിൽ തലയിടാൻ വരണ്ട. ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ടീച്ചറിനെ അറിയാലോ. പറയുന്ന കൃത്യമായിട്ട് അനുസരിച്ചില്ലെങ്കിലേ ടീച്ചർ സമ്മതിക്കത്തില്ല. ക്ലാസിന്റെ പുറത്ത് നിർത്തുകയും ചെയ്യും, നല്ല അടിയും വെച്ച് തരും. അടി കിട്ടുമെങ്കിലേ ഞങ്ങൾ അതങ്ങ് സഹിച്ചു. നീ ഒന്ന് പോയട ചെറുക്ക. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ ഈ ചെക്കന് ഭയങ്കര ഇഷ്ടാ. നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്. ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. അച്ഛനെ എങ്ങനെയെങ്കിലും കൊണ്ടുവരണം. ഇല്ലെങ്കിൽ അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതാ പാട്. സുസ്മിതാന്റിയുടെ വീട്ടിലേക്കുള്ള വഴി അറിയാന്നല്ലേ പറഞ്ഞത്? നമുക്കൊന്ന് പോയാലോ? നേരിട്ട് കണ്ട് കാര്യങ്ങൾ പറയാം. ശരിയാ, നമ്മൾ പോയി വിളിച്ചാലേ അച്ഛൻ വരൂ. അല്ലാതെ ആര് പോയി വിളിച്ചാലും അച്ഛൻ വരില്ല. എന്നാ നമുക്ക് പോവാം. നമ്മളെ വീട്ടിൽ നിന്ന് വിളിക്കാൻ വരുന്ന മുമ്പ് നമുക്ക് വീട്ടിൽ ചെല്ലാം. അത് ശരിയാ. എന്നാ നമുക്ക് വേഗം പോവാം. ഞാൻ ബാഗ് എടുത്തിട്ട് വരാം. എന്താ വേണ്ടത്? നല്ല അച്ചപ്പവും മുറുക്കും വിട്ടുകേക്കും ഒക്കെ ഉണ്ട്. 5-6 പാക്കറ്റ് വീതം വെക്കട്ടെ? വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾക്കാ ഇപ്പൊ മാർക്കറ്റ്. ഇത് വീട്ടിൽ ഉണ്ടാക്കുന്നത് തന്നെയാണോ? അതെ, ശുദ്ധമായ വെളിച്ചെണ്ണയില്. അങ്ങനെയാണെങ്കിൽ വേറെന്തൊക്കെ ഉണ്ട്? ബോളിയുണ്ട്, പിന്നെ ഉണ്ണിയപ്പം ഉണ്ട്. പൊന്നി, ആ അച്ചപ്പം 3-4 പാക്കറ്റ് കൂടി ഉണ്ട്. എന്നാ അച്ചപ്പം ഒരു 3 പാക്കറ്റ് വെച്ചോ. ആ, പിന്നെ 2 പാക്കറ്റ് വെട്ടുകേക്ക്. മടക്കപ്പം കൂടി വെക്കാ സാറേ. നല്ല ശുദ്ധമായ എണ്ണ വറുത്തതല്ലേ, പോകും. സാധനങ്ങളൊക്കെ എടുക്കാം. പിന്നെ പണം ചോദിച്ച് നാളെ തന്നെ വന്നേക്കരുത്. കുറച്ച് ദിവസത്തേക്ക് ക്രെഡിറ്റ് സൗകര്യമൊക്കെ തരണം കേട്ടോ. അതൊക്കെ തരാം. ഞങ്ങൾക്ക് ബിസിനസ് സ്ഥിരമായിട്ട് തന്നാ മതി. നല്ല സാധനമാണെങ്കിൽ കച്ചവടം ഉണ്ടാവും. മോശമാണെങ്കിൽ ഞാൻ പൈസയും തരില്ല. പിന്നെ ഒറ്റ സാധനം ഇവിടെ വെപ്പിക്കുകയില്ല. സമ്മതമാണെങ്കിൽ പറഞ്ഞ സാധനമൊക്കെ എടുത്തു വെച്ചോ. ആ, എടുത്തു വെക്ക്. അത് ശരി, ഇവരിപ്പോ ഈ രീതിയിലായോ? പൊന്നി, അതും കൂടി. വയ്ക്കാൻ വരട്ടെ. ഇതൊന്നും ഇവിടെ വേണ്ട. അല്ല, ഇന്നലെ നീയല്ലേ പറഞ്ഞേ അച്ചപ്പവും കേക്കും ഒക്കെ വാങ്ങി വെക്കണമെന്ന്? ഇത് ഒരു വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളാ. ശുദ്ധമായ വെളിച്ചെണ്ണയില്
നല്ലതാണെങ്കിലേ കാശ് കൊടുക്കൂന്ന് പറഞ്ഞിട്ടാ വെപ്പിക്കുന്നത്. ഏയ്, എനിക്കിത് കണ്ടിട്ട് വീട്ടിലുണ്ടാക്കുന്നതാണെന്നൊന്നും തോന്നുന്നില്ല. ജിൻസി അവര് വെക്കട്ടെ, നമുക്കൊന്ന് നോക്കാലോ. വേണ്ടാന്ന് പറഞ്ഞില്ലേ ചേട്ടാ? നിനക്കിത് എന്താ പറ്റിയേ? പറ്റിയത് എനിക്കല്ല, ചേട്ടനാ. ചേട്ടൻ ആ സ്ത്രീ ഒന്ന് ശ്രദ്ധിച്ചേ. വല്ല മുഖപരിചയം ഉണ്ടോ? എവിടെയോ കണ്ട ഒരു ഓർമ്മ. ഞാനിവരുടെ മുഖം മറക്കില്ല. അന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ എന്റെ പ്രാക്ക് മുഴുവനും ഇവരുടെ തലയിൽ ഇടുത്തി വീഴണേന്ന് പറഞ്ഞായിരുന്നു. നിങ്ങൾക്ക് ആള് തെറ്റിയതായിരിക്കും. ഒന്നും തെറ്റാനൊന്നുമില്ല. ഈ മോന്ത പച്ച കുത്തിയതുപോലെ അന്ന് എന്റെ മനസ്സിൽ കേറിയതാ. നിങ്ങൾക്ക് നേരത്തെ പണം പലിശയ്ക്ക് കൊടുക്കുന്ന ജോലിയല്ലായിരുന്നോ? വലിയ വീടൊക്കെ ആയിരുന്നല്ലോ. അതൊക്കെ ഇപ്പൊ ഉണ്ടോ? അതോ അതൊക്കെ പോയോ? പോയി കാണും. അല്ലെങ്കിൽ പിന്നെ ഈ പണിക്ക് നടക്കൂലല്ലോ. ഒടുക്കത്തെ ശാപം ഏറ്റു കഴിഞ്ഞാലേ കുടുംബം വരെ തൊലഞ്ഞു പോവും. ജിൻസി, നീ കാര്യം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. നമ്മുടെ ജോമോളുടെ പ്രസവ സമയത്തെ കുറച്ച് കാശിന് ആവശ്യം വന്നപ്പോ നമ്മൾ എല്ലായിടത്തും ഓടി. ആ ഓട്ടത്തിനിടയ്ക്ക് നമ്മൾ ഇവരുടെ വീട്ടിലും ചെന്നു. 10 പൈസ തന്നില്ലാന്നുമല്ല, കളിയാക്കി വിടുകയും ചെയ്തു. അന്ന് ഇവര് പറഞ്ഞ വാചകം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. ഗർഭം ഇന്നലെ ഉണ്ടായതല്ലല്ലോ എന്ന്. കൊച്ചിന്റെ പൊക്കിൾ കൊടി ചുറ്റി ശസ്ത്രക്രിയ വേണോന്ന് മുൻകൂട്ടി ഡോക്ടർക്ക് തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. അന്ന് മനസ്സിൽ കുറിച്ചിട്ടതാ ഇവരെ എവിടെയെങ്കിലും വച്ച് കാണുമെന്ന്. ഈശ്വരൻ അത് സാധിച്ചു തന്നു. അത് നമ്മുടെ മുന്നിൽ തന്നെ കാണാനുള്ള ഇടയും വന്നു. അതും നമ്മുടെ മുന്നിൽ തന്നെ കൈ നീട്ടി വരികയും ചെയ്തു. അന്ന് ഞങ്ങള് നീട്ടിയ ഈ കയ്യിലേ ഞങ്ങൾക്ക് കാശും വന്നു. അപ്പൊ നിങ്ങളുടെ കയ്യിലെ കാശ് പോയി. ഇതിന് ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കിക്കോ. ഇതൊന്നും ആർക്കും സ്വന്തമല്ല. എല്ലാരെയും ഒടേതമ്പരാൻ വിളിക്കുമ്പോഴേ ആരും അത് കൊണ്ടുപോവേയില്ല. ഇനിയെങ്കിലും അഹങ്കാരം കാണിക്കാതെ നടന്നാ ചത്ത ആരെങ്കിലും കുഴിച്ചിടുകയെങ്കിലും ചെയ്യും. ഇല്ലെങ്കിൽ ചത്തടുത്ത് കിടന്ന് നാറും. എടി, നീയൊന്ന് അടങ്ങടി. അവര് ചെയ്തതിന്റെ ശിക്ഷയാ അവരീ നടക്കുന്നത്. ആയിക്കോട്ടെ, അനുഭവിക്കട്ടെ. അതെ, ഇതൊക്കെ എടുത്തോണ്ട് ഇവിടുന്ന് ഇറങ്ങിക്കോ. എടുത്തോ, ഇവിടുന്ന് എടുത്തോ. പെട്ടെന്നാവട്ടെ, എടുത്തോ. ഓരോന്നൊന്ന് കേറിക്കോളും മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാൻ. അനുഭവിച്ചോ. എന്റെ പൊന്നു ചേട്ടാ, ഒന്ന് വേഗം കൊടുത്തേ, ഒരു ലോങ് ഓട്ടുള്ളതാ. ഇന്നെന്താ ഒറ്റയ്ക്കുള്ളൂ? ഏഹേ, നമ്മൾക്ക് ഈ വളയം പിടിക്കാനുള്ള സമയമൊന്നും ആയിട്ടില്ല. അതാവും, കുറച്ചുകൂടെ കഴിയട്ടെ. ആശാൻ കൂടെ ഉണ്ട്, അപ്പുറത്തെ മൊബൈൽ ഷോപ്പിലേക്ക് പോയിരിക്കാം. അതാ 2 ജ്യൂസ് പറഞ്ഞേ.